ലൈവിൽ ഇപ്പോൾ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത്. മസ്താനിയും ബിൻസിയും തമ്മിലാണ് അടി നടക്കുന്നത്. ഇന്നലെ രാത്രി നടന്നതിൻ്റെ ഡബിൾ അടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മസ്താനി പറയുന്നുണ്ട്, നീ ഇട്ടത് 3 മില്യൺ അടിച്ചതൊക്കെ ഞാൻ കോപ്പിറൈറ്റ് അടിച്ചടി, ഇനിയിപ്പം ചെന്നിട്ട് ഞാൻ റിപ്പോർട്ട് അടിച്ച് കളയുവടി നിൻ്റെ ചാനൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നത്, നീ അതല്ലേ ചെയ്യത്തുള്ളൂ, വേറൊന്നും എന്നെ ചെയ്യത്തില്ലല്ലോ. അപ്പം മസ്താനി പറഞ്ഞു, നീ നിൻ്റെ ചാച്ചൻ്റെ ഓട്ടോയിലല്ലേടി ഇവിടെ നിന്ന് പോയതെന്ന് ചോദിക്കുന്നു. അപ്പം ബിൻസി സ്പ്രിങ് ബോൾ പോലെ ചാടുവാണ്. ചാടിയിട്ട്, അതേടി ഞാൻ എൻ്റെ അപ്പൻ്റെ ഇതിലാടി പോയത്, എൻ്റെ അപ്പം കഷ്ടപ്പെട്ടത് കൊണ്ടാടി ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതും ഈ നിലയിലെത്തിയതും, അതിന് നിനക്കെന്താടി എന്ന് ചോദിക്കുന്നത്. നിന്നെ ഇവിടെ നിന്ന് ഇവന്മാരെല്ലാം കൂടെ മുഖത്ത് തുണി വിട്ടല്ലേടി നീ ഇറക്കിയത്, നീ നാറി പുഴുത്തല്ലേടി ഇവിടെ നിന്ന് പോയത്, നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിനക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുന്നുണ്ടാടി. അതുപോലെ നീ ഇങ്ങോട്ട് വന്നതും കരഞ്ഞല്ലേടി, ആരെങ്കിലും ഓടി വന്ന് തുള്ളിച്ചാടി നിന്നെയും കൊണ്ട് ഇങ്ങോട്ട് സ്വീകരിച്ചാണ് വന്നത്. അതേസമയത്ത് ഞങ്ങളെല്ലാവരും വന്നത് വളരെ സന്തോഷത്തിൽ തുള്ളിച്ചാടിയിട്ടാടി വന്നത്, നിൻ്റെ കയ്യിലിരിപ്പോണ്ടാടി നീ. അപ്പം മസ്താനി പറഞ്ഞ് ക്യാമറ സ്പേസ് എന്ന് പറഞ്ഞ് പുച്ഛിച്ച് ചിരിക്കുന്നുണ്ട്. എടി, എനിക്ക് ക്യാമറ സ്പേസ് വേണ്ടടി, ഞാൻ എൻ്റെ അപ്പൻ്റെ ഓട്ടയിൽ വന്നതുകൊണ്ട് എനിക്ക് ക്യാമറ സ്പേസ് വേണ്ടടി എന്നും പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ട്. നിനക്ക് കിട്ടുമടി, നിനക്ക് കിട്ടും, അതാണ് ഇപ്പം കിട്ടിയത്. ഇന്നലെ അനുമോളിൽ അത്രയും പറഞ്ഞതിന് നിനക്ക് കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞവർക്ക് ശരിയാണ്. കർമ്മയിൽ വിശ്വസിച്ചവർക്ക് നേരം വെളുത്ത ഉടനെ തന്നെ ബിൻസി എന്ന് പറഞ്ഞവർക്ക് മസ്താനിയുടെ നിന്ന് ശരിക്കും കിട്ടി. അവളുടെ അപ്പനെ തന്നെ മസ്താനി വിളിക്കുകയുണ്ടായി. അതിനു മാത്രം ഇന്നലെ അനുമോളെ വേദനിപ്പിച്ച്, എന്നിട്ട് അനുമോളെ പുറത്തൊരു സോഫയിൽ വന്നാണ് കിടന്നിന്ന് ഉറങ്ങിയത് തന്നെ. അതിനുള്ളത് ഉടനെ തന്നെ ദൈവം കൊടുത്ത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.